മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ പ്രതി ശശീന്ദ്രനെ പിരിച്ചുവിട്ടു. ഭരണനിർവഹണ വിഭാഗം നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പിരിച്ചുവിടൽ ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, വൈകിയാണെങ്കിലും നടപടി വരികയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? പ്രതീക്ഷയേറെ വിവാദമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ യുവതി പീഡിപ്പിക്കപ്പെട്ട സംഭവം. ലൈംഗിക പീഡനത്തിനിരയായത് ആ കേസിലെ പ്രതിയായ അറ്റൻഡറായ ശശീന്ദ്രൻ്റെ ആണ് ഇപ്പോൾ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതും പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ചെയ്തത്. ഈ ആഭ്യന്തര വിഭാഗം നടത്തിയ പരിശോധനയിൽ ഈ ശശീന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് റിപ്പോർട്ട് പ്രിൻസിപ്പലിന് ലഭിച്ചു. റിപ്പോർട്ടിൽ ഇപ്പോൾ പ്രിൻസിപ്പൽ ഒപ്പുവെച്ചു. ഇതേ തുടർന്നാണ് ഇപ്പോൾ പിരിച്ചുവിടൽ നടപ്പായിരിക്കുന്നത്. പ്രാഥമികമായും തനിക്ക് നീതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ശശീന്ദ്രനെ ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലേക്ക് നിയമ നടപടികൾ പോകണം. അപ്പോൾ മാത്രമേ പൂർണ്ണമായി നീതി ലഭിക്കൂ എന്ന് ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ട യുവതി അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിൽ പ്രവേശിപ്പിച്ച യുവതിക്ക് നേരെയായിരുന്നു അറ്റൻഡറിൻ്റെ പീഡനമുണ്ടായിരുന്ന. ആദ്യഘട്ടത്തിൽ ശശീന്ദ്രൻ്റെ അറ്റൻഡറെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. അന്വേഷണമൊക്കെ ആ തരത്തിൽ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയിരുന്നു. തുടർച്ചയായി യുവതിയുടെ ഭാഗത്തു നിന്നും ഒരു നിയമ പോരാട്ടവും പരാതിയുമൊക്കെ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇപ്പോൾ കേസ് അതിൻ്റെ ശരിയായ വഴിയിലേക്ക് വന്നു എന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല എന്ന് ഘട്ടത്തിൽ പറയാം. ശിക്ഷ ഉറപ്പാക്കുന്നതുവരെ അത് പറയാൻ കഴിയില്ല. പക്ഷേ മെഡിക്കൽ കോളേജ് വിവരങ്ങൾ നൽകിയത് ICU പീഡന കേസിലെ പ്രതിയെ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നു. വൈകിയാണെങ്കിലും പകുതി നീതി ഇപ്പോൾ അതിജീവിതയ്ക്ക് ഉണ്ടാവുക.